2014 ഒക്ടോബർ 30 ബാർ ഉടമകളിൽ നിന്നും 20 കോടി രൂപ KM മാണി കോഴ വാങ്ങിയെന്ന ബിജു രമേശ് ആരോപണം ഉന്നയിച്ചതോടെയാണ് ബാർ കോഴ കേസിന് തുടക്കമാകുന്നത്. 2014 നവംബർ 1 ആരോപണം സത്യമല്ലെന്ന വാദവുമായി മുഖ്യമന്ത്രിയും ഗൂഢാലോചന എന്ന വാദവുമായി KM മാണിയും രംഗത്തെത്തി. എന്നാൽ തൊട്ടടുത്ത ദിവസം VS അച്യുതാനന്ദന്റെ പരാതിയിൽ വിജിലൻസിന്റെ സത്വരാന്വേഷണ തീരുമാനം. 4-ന് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. 4 വർഷം കൊണ്ട് 20 കോടി രൂപ കോഴ നൽകിയെന്ന ബാർ ഉടമകളുടെ യോഗം. എന്നാൽ പിന്നീട് ബാർ ഉടമകൾ മലക്കം മറിഞ്ഞു. നവംബർ 16 മാണിയുടെ രാജിക്കായി പ്രക്ഷോഭം തുടങ്ങാൻ LDF തീരുമാനം. നവംബർ 19 കോഴയ്ക്ക് തെളിവില്ലെന്ന സർക്കാർ ഹൈക്കോടതിയിൽ. ഡിസംബർ 1 മാണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. അടുത്ത ദിവസം സഭയിൽ ബഹളമുണ്ടാക്കിയതിന് V ശിവൻകുട്ടിയടക്കം 4 MLA-മാർക്ക് സസ്പെൻഷൻ. കേസെടുക്കുന്ന കാര്യം വിജിലൻസ് തീരുമാനിക്കണമെന്ന് ഹൈക്കോടതി. ഡിസംബർ 9 സത്വരാന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർക്ക് സമർപ്പിച്ചു. ഡിസംബർ 11 മാണിയെ പ്രതിയാക്കി വിജിലൻസ് കേസെടുത്തു. 2015 ജനുവരി 17 മാണിക്ക് പണം നൽകിയില്ലെന്ന് ബാർ ഉടമകളുടെ അസോസിയേഷൻ ഭാരവാഹികൾ വിജിലൻസിന് മൊഴി നൽകി. മൊഴി മാറ്റാൻ മന്ത്രി PJ ജോസഫും ജോസ് കെ മാണിയും നിർബന്ധിച്ചെന്ന ബിജു രമേശിന്റെ വെളിപ്പെടുത്തൽ. മാർച്ച് 13 പ്രതിപക്ഷ എതിർപ്പിനിടെ മന്ത്രി മാണി ബജറ്റ് അവതരിപ്പിച്ചു. നിയമസഭയിൽ അടിപിടി, MLA-മാർക്ക് പരിക്കേറ്റു. മെയ് 7 വിജിലൻസ് സംഘം മാണിയെ ചോദ്യം ചെയ്തു. പിറ്റേ ദിവസം അന്വേഷണ ചുമതല ADGP ജേക്കബ് തോമസിൽ നിന്ന് മാറ്റി ADGP ദർവേഷ് സാഹിബിന് കൈമാറിയെന്ന മാധ്യമ വാർത്ത. ജൂൺ 4 മാണിക്കെതിരെ തെളിവില്ലെന്ന നിയമോപദേശം. ജൂൺ 12 മാണിക്കെതിരെ തെളിവില്ലെന്ന വിജിലൻസ് ഡയറക്ടർ. അറ്റോർണി ജനറലിനോട് വിജിലൻസ് നിയമോപദേശം തേടി. ജൂൺ 27 മാണിക്കെതിരെ കുറ്റപത്രം വേണ്ടെന്ന വിജിലൻസ് ഡയറക്ടർ വിൽസൺ പോളിന്റെ തീരുമാനം. ജൂൺ 29 അന്വേഷണ സംഘം രേഖകൾ കോടതിയിൽ ഹാജരാക്കി. ആഗസ്റ്റ് 8 തുടരന്വേഷണം ആവശ്യപ്പെട്ട സാറാ ജോസഫ്, വൈക്കം വിശ്വൻ, അഡ്വക്കേറ്റ് സണ്ണി മാത്യു എന്നിവർ ഹർജി നൽകി. ഓഗസ്റ്റ് 17 മാണിയെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന SP R സുകേശിന്റെ റിപ്പോർട്ട്. സെപ്റ്റംബർ 30 മാണിക്കെതിരെ തെളിവില്ലെന്നും പ്രോസിക്യൂട്ട് ചെയ്യേണ്ടെന്നുമുള്ള വിജിലൻസ് വാദം കോടതി തള്ളി. SP R സുകേശിന്റെ നടപടികളോട് യോജിപ്പില്ലെന്ന് വിജിലൻസ് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ബാർ കോഴ കേസിൽ തുടരന്വേഷണം നിർദ്ദേശിച്ചുകൊണ്ട് വിജിലൻസ് കോടതി വിധി. നവംബർ 9 ബാർ കോഴ കേസിൽ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി വിധി. മാണിക്കെതിരെ രൂക്ഷ വിമർശം. ന്യൂസ് ഡെസ്ക് മീഡിയ 1.